NDA നയിക്കുന്ന പദയാത്രയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം മാമം മൈതാനത്ത് നടന്ന പ്രത്യേക പരിപാടിയിൽ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ വിവിധ സാംസ്കാരിക മത സാമുദായിക നേതാക്കളെ ക്ഷണിച്ച് ആദരിച്ചിരുന്നു. കേരള സിദ്ധനർ സർവീസ് സൊസൈറ്റി മുൻ ജനറൽ സെക്രട്ടറിയും മുൻ ആറ്റിങ്ങൽ DEOയും RSP നേതാവും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ആറ്റിങ്ങൽ മണ്ഡലം UDF സ്ഥാനാർത്ഥിയുമായിരുന്ന അഡ്വക്കേറ്റ് A ശ്രീധരനും പങ്കെടുത്തിരുന്നു. എന്നാൽ ക്ഷണിച്ചവർ തന്നെ വ്യാപകമായി വ്യാജ പ്രചരണം നടത്തിയെന്ന് A ശ്രീധരൻ ആരോപിക്കുന്നു. 2024 മാമത്ത് വെച്ച് നടന്ന NDAയുടെ പദയാത്രയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നേതാക്കന്മാരെ സ്വീകരിക്കുന്ന ഒരു പരിപാടി അന്ന് അവിടെ നടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ധാരാളം ആൾക്കാർ ആ പരിപാടി പങ്കെടുത്തുവെങ്കിലും അതോടൊപ്പം തന്നെ ആ യോഗത്തിൽ വിവിധ സംഘടനകളുടെ മേലധ്യക്ഷന്മാരുടെ വ്യാപാരി വ്യവസായി സംഘടനകളുടെ അങ്ങനെ ഒരുപറ്റം ആൾക്കാരെ കൂടി ആ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ സിദ്ധന സർവീസ് സൊസൈറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റായി സെക്രട്ടറിയായിട്ട് ജോലി ചെയ്ത ഒരാളാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഏതാണ്ട് 8 ലക്ഷത്തോളം ജനങ്ങൾ ഞങ്ങളുടെ ജനവിഭാഗങ്ങളുണ്ട്. അവരുടെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് വാസ്തവത്തിൽ ഇവർ BJPക്കാർ എൻ്റെ വീട്ടിൽ വന്ന് കാണുകയും ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തു. അതിൽ മെയിനായിട്ട് എന്നെ വന്ന് കണ്ടത് ജില്ലാ സെക്രട്ടറിയാണ്, അഡ്വക്കേറ്റ് സുരേഷ്. അപ്പോൾ തന്നെ എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞു, യാതൊരു കാരണവശാലും എനിക്കിതിൽ പങ്കെടുക്കാൻ പറ്റില്ല, ഞാൻ RSPയുടെ പ്രവർത്തകനാണ്, ഇതേപോലെ ഇവിടെ മത്സരിച്ച ഒരാളാണ് എന്ന് പറഞ്ഞപ്പോൾ അവരെ എനിക്ക് തന്ന ഒരു മറുപടി എന്ന് പറഞ്ഞാൽ, ഒരു കാരണവശാലും സാറിന് ഞങ്ങൾ ക്ഷണിക്കുന്നത് RSPയുടെ ഒരു രാഷ്ട്രീയ നേതാവായിട്ട് ഒന്നും തന്നെയല്ല, ഒരു സമുദായ സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാവ് എന്നുള്ള നിലയിലാണ് മറ്റ് സമുദായ സംഘടനകളെ ക്ഷണിക്കുന്നതോടൊപ്പം സാറിനെയും ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാണ് എന്നോട് ആദ്യം പറഞ്ഞത്. പക്ഷെ ഞാൻ അതിനോട് താല്പര്യം പ്രകടിപ്പിച്ചില്ല. ഞാൻ പറഞ്ഞു, ഇതൊരു പദയാത്രയാണ്, ഇത് BJPയുടെ പദയാത്രയാണ്, നിങ്ങളുടെ പാർലമെൻറ്റിൽ മൊത്തം നടക്കുന്ന ഒരു പരിപാടിയുടെ ഭാഗമായിട്ടുള്ളതാണ്, തീർച്ചയായിട്ടും എനിക്കിതിൽ പങ്കെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എൻ്റെ ജില്ലാ ഭാരവാഹികളുമായിട്ട് ജില്ലാ കമ്മിറ്റിയുമായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ സെക്രട്ടറിയുമായിട്ട് സംസാരിക്കുകയും അദ്ദേഹം വാസ്തവത്തിൽ അതിൽ പോകരുത് എന്ന് തന്നെ എന്നെ നിർബന്ധിക്കുകയും ചെയ്തു. എങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ, ഞാൻ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ അവർ ക്ഷണിക്കുമ്പോൾ പോകാതിരിക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിൽ പോയതും അതിൽ പങ്കെടുത്തതും. അവിടെ ചെന്നതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ചൊക്കെ ഞാൻ ഈ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന കത്തിൽ അതിനെ സംബന്ധിച്ച് വിശദമായി എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ സർവീസ് സൊസൈറ്റിയുടെ മുൻ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ മുൻ ആറ്റിങ്ങൽ DOയും RSP നേതാവും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ആറ്റിങ്ങൽ മണ്ഡലം UDF സ്ഥാനാർത്ഥിയുമായിരുന്ന അഡ്വക്കേറ്റ് A ശ്രീധരനായ എന്നെയും സംഘാടകർ ക്ഷണിച്ചിരുന്നു. ഞാനതിൽ പങ്കെടുക്കുകയും ചെയ്തു. എന്നാൽ ക്ഷണിച്ചവർ തന്നെ വ്യാപകമായി വ്യാജ പ്രചരണം നടത്തുകയും ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. അത് ഞാൻ ഉദ്ദേശിക്കുന്നത്, എന്നെ അവിടെ വിളിച്ചു കൊണ്ടുപോയി അവിടെ ഇരുത്തിയ ആൾക്കാർ തന്നെയാണ് അന്ന് പൊതുയോഗത്തിൽ അവർ പ്രഖ്യാപിച്ചു. കാരണം ഞാൻ BJPയുടെ BJPയുടെ അംഗത്വം സ്വീകരിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ള നിലയിൽ ഒരു പ്രസ്താവന വന്നതോടുകൂടിയാണ് ഞാൻ ആ വിവരം അവരോട് പറഞ്ഞു. പക്ഷെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും അത്തരം ഒരു പ്രസ്താവന ഉണ്ടാകാൻ പാടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് പറയേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഞാൻ കൃത്യമായിട്ട് അവർക്കത് എഴുതി കൊടുക്കുകയും അതനുസരിച്ച് പറയുകയും ചെയ്യണമെന്നാണ് പറഞ്ഞത്. അത് സ്വാഗതത്തിൽ മാത്രം പറഞ്ഞു. തുടർന്നുള്ള ഒരു പരിപാടിയിലും അവർ സംസാരിക്കുകയുണ്ടായില്ല. പിന്നീട് നേതാക്കന്മാരുടെ ഒരു കയറ്റമായിരുന്നു. ഇഷ്ടംപോലെ നേതാക്കന്മാർ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ക്രമങ്ങളെല്ലാം തെറ്റി അവരെല്ലാവരും അവരുടേതായ രീതിയിൽ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ആ കൂട്ടത്തിൽ എന്നെയും ഈ സംഘടനയുടെ ഭാഗമായി വന്നിരിക്കുന്ന എന്നെയും RSPയുടെ നേതാവെന്നും
UDFിൻ്റെ സ്ഥാനാർത്ഥിയെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അവിടെ പരിചയപ്പെടുത്തുകയും ഈ RSPയിലേക്ക് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം വന്നത് എന്നുള്ളൊരു നിലയിൽ ഒരു പ്രസ്താവന വരുന്നത്. അത് ഞാൻ അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ അതിനോട് പ്രതികരിക്കുകയും ഇതിൽ നിന്ന് ഈ പറഞ്ഞത് ശരിയല്ല, അത് തിരുത്തണമെന്ന് പറയുകയും ചെയ്തു. അതിനിടയിൽ തന്നെ അത് വളരെ വ്യാപകമായ രീതിയിൽ അത് പ്രചരിപ്പിച്ചു കഴിഞ്ഞു. ഇഷ്ടംപോലെ പത്രക്കാരും അതുപോലെ പിന്നെ ഫോട്ടോക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. ആ ഒരു യോഗത്തിൽ വെച്ച് വേറൊന്നും എനിക്ക് പറയാൻ കഴിയാത്തൊരു സാഹചര്യം വന്നതുകൊണ്ട് ആണ് വാസ്തവത്തിൽ എൻ്റെ സത്യാവസ്ഥ നിങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും ഈ UDFിനും അതുപോലെ തന്നെ RSPക്കും ഉണ്ടായിട്ടുള്ള മൂല്യച്യുതി അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും അത് പരിഹരിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അതിനൊരു പോംവഴി എന്നുള്ള നിലയിൽ ഞാനിന്ന് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചത്. എൻ്റെ നേതാക്കന്മാർ കൂടി വിളിച്ചുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി ഇന്ന് നടത്തുന്നത്. അതാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. യാതൊരു കാരണവശാലും അഡ്വക്കേറ്റ് ശ്രീധരൻ എന്ന് പറയുന്ന ആൾ ജീവിതത്തിൽ ഒരിക്കലും BJPയുമായി ചേർന്ന് പ്രവർത്തിക്കുവാനോ BJPയുടെ മെമ്പർഷിപ്പ് എടുക്കുവാനോ തയ്യാറല്ല. അത് അസന്നിഗ്ധമായി ഞാൻ അന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അത് നിങ്ങളുടെ മുമ്പിൽ, പത്രക്കാരുടെ മുമ്പിലും അത് തന്നെയാണ് പറയുന്നത്. അത് തന്നെയാണ് ഞാൻ ഇന്ന് രേഖപ്പെടുത്തി നിങ്ങൾക്ക് തരുവാൻ ഉദ്ദേശിക്കുന്നത്. ഭാരത് വിഷൻ, ആറ്റിങ്ങൽ.